ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലൈശമനിശം ഹൃദി ഭാവയാമി വാതാലൈശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. വിനീതമായ നമസ്കാരം. ഈ വിധിയും സദസ്സും ഒക്കെ അനുഗ്രഹിക്കാൻ എത്തിച്ചിട്ടുള്ള അനവധിയായ മഹാത്മാക്കൾ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ വളരെ ആദരണീയനും ബഹുമാന്യനുമായി ഭാഗവത ഗുരുനാഥന്മാരുടെ ശ്രേണിയിൽ കാണുന്ന പെരിഗമന ശ്രീധരേട്ടനെ പോലെയുള്ള മഹത്തുക്കളുടെ പാദങ്ങളിൽ ദീർഘദണ്ഡം നമസ്കരിക്കട്ടെ. പിന്നീട് അനവധി ഭാഗവത മിത്രങ്ങളും എല്ലാവരെയും ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഞാനും യാദൃശ്ചികമായിട്ട് വരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, ഉറപ്പുണ്ടായില്ല. പക്ഷെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. എല്ലാവരും വളരെ വളരെ ഉണ്ണിയേട്ടനോട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്ന് വന്നപ്പോഴാണ് കണ്ടത്. ശാന്തചൈതന്യ സ്വാമി ഇവിടെ ഉണ്ടാകുന്ന അറിഞ്ഞില്ല. കുടുംബാംഗങ്ങളെ പോലെ വർത്തിക്കുന്ന സ്വന്തം ആളുകൾ ഒക്കെ ചുറ്റുമുണ്ട്. വലിയൊരു സന്തോഷം, വലിയൊരു ആത്മനിർവൃതി ഉണ്ട്. തീർച്ചയായും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചും നമ്മളുമായിട്ടുള്ള ബന്ധം ഇന്ന് തുടങ്ങിയതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അതിഥിയായിട്ട് എന്നെ വിളിക്കരുത്. എന്ത് കാര്യത്തിനും ഞാൻ ഇവിടുത്തെ ഒരു ആതിഥേയനാണ്. എല്ലാ കാര്യത്തിനും ഇവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു ബന്ധുവിനെ പോലെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് എല്ലാ വർഷവും സപ്താഹത്തിന് ഓടി വരാറുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും വരാനോ എന്തെങ്കിലും രണ്ട് വാക്ക് എന്നെക്കൊണ്ട് സാധിക്കണ മാതിരി പറയാനോ ഈ ഗുരുവായൂരപ്പനെ സേവിക്കാനോ സാധിക്കണത് വലിയൊരു സന്തോഷമായിട്ടാണ് കരുതുക. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇതിൻ്റെ ആഘോഷമാണത്. അതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കണം. ശ്രീധരേട്ടൻ ആദ്യം വന്നപ്പോൾ ഒരു 3 വർഷമായി തോന്നുന്നു എനിക്ക്. അതിന് മുമ്പ് അതിനുശേഷം 25 സപ്താഹം വീണ്ടും ശ്രീധരേട്ടനായിരുന്നു. കഴിഞ്ഞ വർഷം 24 മരങ്ങാട് മുരളിയേട്ടനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അടുത്ത വർഷത്തേക്കും ശ്രീധരേട്ടനെ തന്നെ നമുക്കൊന്നുകൂടെ വിളിക്കണം വീണ്ടും എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിലും അനൗദ്യോഗികമായ ചില സംഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട്. പല വേളകളിലൊക്കെ ഈ ദേശത്ത് മറ്റു കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴും ഞങ്ങളിങ്ങനെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് അപ്പൊ 25ലേക്കും ശ്രീധരേട്ടനെ കൊണ്ടുവരണം എന്നൊക്കെ ആലോചിച്ചു. അപ്പൊ 11ാമത്തെ സപ്താഹമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊന്ന് സംസാരിച്ചു. ഓർമ്മയുണ്ടോ, അവിടെയാണോ ഇതിന്റെ ആവിർഭാവം എന്ന് എനിക്ക് സംശയമുണ്ട്. 12ാമത്തെ 26 ഒരു സാധാരണ സപ്താഹമല്ല, അതിൽ നിന്ന് അതീതമായി ഒരു സത്രമൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. എങ്കിലും ഒരു സപ്താഹോത്സവമായിരിക്കണം. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ആചാര്യന്മാരെ ഒക്കെ വിളിച്ച് ഒരു സപ്താഹ മഹോത്സവമായിട്ട് അനവധി പ്രഭാഷണങ്ങളൊക്കെ വെച്ച് നടത്തണം. ആ ഒരു വലിയൊരു സ്വപ്നം, ആ ഒരു സങ്കല്പമാണ് പിന്നീട് ഈ 2026 സത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ എത്താൻ അല്പം വൈകി എങ്കിൽ തന്നെയും ആ ഒരു സങ്കല്പം ഇന്നീ നിമിഷം സാർത്ഥകമാക്കുമ്പോൾ വലിയൊരു സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. ശ്രീധരേട്ടനെ പോലെ ഒരു മഹാത്മാവ് അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ തീർച്ചയായും നല്ലൊരു കപ്പിത്താൻ രഥത്തിന് മുമ്പിൽ വെൺമണിയുടെ ഭാഗവത തോണിയിൽ അല്ലേ ഇങ്ങനെ പോലെ ഇങ്ങനെ മുമ്പിൽ നിന്നിങ്ങനെ ഓടിക്കുമ്പോൾ കൂടെ തുഴയാൻ ഞങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളെ കൊണ്ട് എന്തായാലും ആ ഡേറ്റ് ഞാനിങ്ങനെ ഓർത്തു വെച്ച് 2020 പറഞ്ഞപ്പോഴേ തന്നെ ഞാനത് ഓർത്തു വെച്ച് 2026 നവംബർ 26 മുതൽക്ക് ഡിസംബർ 6 വരെ ഞാനൊക്കെ മുഴുവൻ ദിവസം ഇവിടെ ഉണ്ടാവും. അങ്ങനെ സേവിച്ച് ഇവിടെ വേണ്ട മാതിരിയൊക്കെ ചെയ്തൊരു ആതിഥേയനെ പോലെ ഒരു സത്രമാകുമ്പോൾ അനവധി ആവശ്യങ്ങൾ ഉണ്ടാകും. മുഴുവൻ സമയവും ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ മേടത്തൂർ ഭാഗവത കുടുംബം ചെറിയൊരു ഭാഗവത കൂട്ടായ്മയാണ്. അതിൽ ഗ്രൂപ്പിൽ അതിൻ്റെ സന്ദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അതിൽ ജ്യോതിഷ വാർത്ത ജിയോ TV ലൈവ് സംപ്രേഷണം ചെയ്യണമെന്നൊരു ആഗ്രഹവുമായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. ഞാനത് ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. ബാക്കി അവർ നേരിട്ട് സംസാരിക്കും. കേരളക്കരയിൽ ഇരുന്ന് ഒട്ടനവധി പേർക്ക് ഇവിടെ 1000-ഓ 2000-ഓ പേര് വരുമ്പോൾ 10,000 കണക്കിന്
ആയിരക്കണക്കിന് ആളുകൾ അപ്പുറത്തിരുന്ന് ഓൺലൈനിൽ അത് കാണട്ടെ. ഞാനും അത് ആഗ്രഹിക്കണം, നമ്മളൊക്കെ അത് ആഗ്രഹിക്കണം. തീർച്ചയായും ഒരു ഗുരുവായൂർ തന്നെയായി മാറിയില്ലേ ഈ ദേശത്തിലേക്ക് വരുമ്പോൾ പാലക്കാടിൻ്റെ ഒരു ഗുരുവായൂരായിട്ട് മേനോമ്പാറ ക്ഷേത്രം മാറുന്ന ഒരു കാഴ്ചയാവും ഈ സത്രം. സത്രം എന്ന വാക്കിനർത്ഥം തന്നെ സത്തുക്കളുടെ ത്രാണനമാണ് അല്ലേ? നമ്മുടെയൊക്കെ ഒരു ധാരണ വലിയ ഒരു ഘോഷം നടത്തി 1008 പേരുടെ തിരുവാതിരകളിയൊക്കെ നടത്തിയാൽ ഇപ്പോൾ സത്രമായി, നന്ദഗോവിന്ദത്തിൻ്റെ ഒരു ഭജനമൊക്കെ നടത്തിയാൽ അങ്ങനെ ഒരു ചിന്തയിലേക്കാണല്ല. സത്രം എന്ന വാക്കിനർത്ഥം തന്നെ യാതൊന്നാണോ സത്തുക്കളെ ത്രാണനം ചെയ്യാൻ, ഉദ്ധരിക്കാൻ. പർളിക്കാട് ഉമാനന്ദ സ്വാമിയുടെ സത്രത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ വലിയ ഉദാഹരണം മനസ്സിലാവും അല്ലേ? അതിഗംഭീരമായി ഓരോ വിഷയങ്ങളിലും അധികരിച്ച് അതിസുന്ദരങ്ങളായ പ്രഭാഷണങ്ങൾ, ഭാഗവതത്തെ സംബന്ധിച്ചൊരു റിസർച്ച് തന്നെ, ഒരു ഗവേഷണം തന്നെ നമുക്ക് നടത്താൻ പറ്റിയൊരു സമയമാണ് ഒരു സത്രം. തീർച്ചയായും ഭാഗവതവും മറ്റു പുരാണങ്ങളും തമ്മിലുള്ള ബന്ധം, രാമായണാദി വിഷയങ്ങൾ ഭാഗവതവുമായുള്ള ബന്ധം, രാമായണത്തിലെ ഭാഗവത്തിലെ പ്രത്യേക സ്തുതികൾ, ഭാഗവത്തിലെ കഥാപാത്രങ്ങളുടെ വിന്യാസം, ഭാഗവത്തിലെ തന്ത്രശാസ്ത്രവുമായുള്ള ബന്ധം, അങ്ങനെ അനവധി വിഷയങ്ങൾ ഭാഗവതെ അധികരിച്ച് അതെല്ലാം തന്നെ സത്രാചാര്യൻ നല്ലൊരു ആശയം മുമ്പേ പറഞ്ഞത് നാം ശ്രമിച്ചു. വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഭാഗവതത്തെ സംബന്ധിച്ച് പഠിതാക്കൾക്ക് ഭാഗവതത്തിൻ്റെ ഉൾതലങ്ങളിലേക്ക് പ്രവേശിക്കാവുന്ന അനവധി വിഷയങ്ങൾ ഇവിടെ സംവദിക്കുമ്പോൾ അതൊരു പഠനമാവട്ടെ, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് ജില്ല, ഞാനും ഒക്കെ ജനിച്ചു വളർന്ന നമ്മുടെ ഈ നാട്, എനിക്ക് തോന്നുന്നു ഒരു രാമായണ സത്രം 5 വർഷം മുമ്പ് നടത്തിയത് ഒഴിച്ച് ശ്രീധരേട്ടൻ്റെ അഭിപ്രായം വളരെ ശരിയാണ്. ഞാൻ വളരെ സന്തോഷിക്കണം അതിൽ. തീർച്ചയായും ഒരു ഭാഗവത സത്രം പാലക്കാട് നടന്നതായി, അല്ലെങ്കിൽ ഇപ്രകാരം ഒരു സത്രം പാലക്കാട് നടന്നതായി നമ്മുടെ അറിവിൽ എവിടെയും ഇല്ല. എൻ്റെ അറിവ് പരിമിതമാണ്, കാരണം അദ്ദേഹത്തോളം അനുഭവ സമ്പത്ത് എനിക്കില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ശേഷം എൻ്റെ ഒരു വളരെ 10-20 വർഷത്തെ അനുഭവത്തിലില്ല എന്ന് തന്നെ പറയാനുള്ളൂ. അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ. തീർച്ചയായും ഇതൊരു ആദ്യ സംഭവം, പാലക്കാട്ടുകാർക്ക് അഭിമാനിക്കാവുന്ന, അത് പാലക്കാടിൻ്റെ ഈ കിഴക്കൻ പ്രദേശത്ത്, അതും മലയാളവും തമിഴ് സംസ്കാരമൊക്കെ ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഈ നാട്ടില് ഒരു ഭാഗവത സത്രം, അതും ഇത്രയും നല്ലൊരു ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ നാളെ ലോകമറിയാൻ പോകുന്നത് പാലക്കാടിൻ്റെ ആദ്യ സത്രം നടന്ന ക്ഷേത്രമായിട്ടായിരിക്കും. തീർച്ചയായും ഇത് നമുക്ക് അഭിമാന വിഷയമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് നമുക്കൊക്കെ ഭാഗവതം എന്തെങ്കിലുമൊക്കെ പറയാൻ പഠിച്ചതും ഭഗവാന്റെ ഒരു അനുഗ്രഹമായി. ഈ മഹാമനീഷികൾ, പ്രത്യേകിച്ച് ചിന്മയാനന്ദ സ്വാമികളുടെ കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ ഇങ്ങനെ കൊടപ്പലൂർ ചെന്നപ്പോൾ സംസാരിച്ചിരുന്നു. ശ്രീരാമദാസാശ്രമത്തിൽ സ്വാമിജിമാർ അവിടെയുണ്ട്. ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരുനാഥന് ജന്മം കൊടുത്ത നാട്, തപോവനാനന്ദ സ്വാമികളുടെ ജന്മനാട് കൊടപ്പലൂര്. അവിടെ ജനിച്ച നമ്മൾ, മറക്കൂർ സ്വാമികൾക്ക് ജന്മം കൊടുത്ത നമ്മുടെ നാട്, അനവധി മഹാമനീഷികൾ, തുഞ്ചത്ത ആചാര്യന് തന്റെ ധർമ്മത്തെ വിളമ്പിയ നാട്, അങ്ങനെ അനവധി മഹാത്മ്യമുണ്ട് പാലക്കാടിന്റെ ആധ്യാത്മിക ചരിത്രം. ഉണ്ണിയേട്ടനൊക്കെ കുറച്ചുകൂടെ വിശദമായി പറയുമായിരിക്കും, അവർ ആ വിഷയത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്യുന്നവരാണ്. തീർച്ചയായും അങ്ങനെ അനവധി സംസ്കാരങ്ങളുടെ ഒരു ഭൂമി. ശേഖരീപുരി രാജാവിന്റെ നേതൃത്വത്തിൽ ബ്രാഹ്മണരുടെ വലിയൊരു കൂട്ടായ്മയിൽ പാലായനം ചെയ്തൊരു നാട്, വേദ സംസ്കാരത്തിന്റെ നാട്. അങ്ങനെ ഏറെ പറയാനുണ്ട് നമ്മുടെ നാടിൻ്റെ ചരിത്രവും മഹാത്മ്യവും. അവിടെ ഒരു ഭാഗവത സത്രം വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മഹത്തായൊരു സംസ്കാരമാണ്. പാലക്കാടിൻ്റെതായ ആത്മീയ ആധ്യാത്മിക ചരിത്രത്തിൻ്റെ ഒരു ചിത്രീകരണം കൂടെ അതിലുണ്ടാവും എന്ന് നാം ഇങ്ങനെ ആഗ്രഹിക്കണം. നമ്മുടേതായ ചില പ്രത്യേക സംസ്കാരങ്ങളൊക്കെ ഉണ്ട്, മറ്റു ദേശക്കാർക്ക് അപരിചിതമായത്. അതെല്ലാം ഈ സപ്താഹത്തിനിടയിൽ വൈകുന്നേരത്തെ കലാസാംസ്കാരിക പരിപാടികളിൽ വരട്ടെ. ആധ്യാത്മികതയിൽ ഊന്നിയതാവട്ടെ അത്യന്തമായി ഈ സത്രം. അതിൽ അനവധി പേരെ പങ്കെടുപ്പിക്കാൻ, അനവധി ആചാര്യന്മാരെ, അതിനുശേഷമുള്ള ഒരു സന്യാസി സംഘവും ആചാര്യ സംഘവും എല്ലാം തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. തീർച്ചയായും അതെല്ലാം ഈ മേനോമ്പാരകൃഷ്ണന്റെ വലിയൊരു ഗുണം ഞാനിങ്ങനെ മനസ്സിലാക്കിയത് ഗുണവും തമാശയും ഒക്കെയാണ്. ഇവിടെ പല കാര്യങ്ങളുടെ ആസൂത്രണത്തിലും ഞാനും ഇങ്ങനെ പുറകിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ അനുഭവമായ ഒരു കാര്യം, ഭഗവാൻ ആദ്യമൊക്കെ നമ്മളെ ഒന്ന് വിഷമിപ്പിക്കും അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് പലതൊക്കെ ഇങ്ങനെ, കാരണം ആ ബാലഗോപാലന്റെ ഒരു സ്വഭാവമാണല്ലോ അത്. എങ്കിലും അത് ലക്ഷ്യത്തോട് അടുക്കുമ്പോൾ വലിയൊരു വിജയമായിട്ട് അനുഗ്രഹമായിട്ട് വരാറുണ്ട്. പലപ്പോഴും ഒക്കെ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് ഈ കണ്ണൻ്റെ കളികൾ. തീർച്ചയായും ഈ സത്രവും അങ്ങനെ തന്നെയാവും. ഭഗവാൻ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ വിഷമിപ്പിക്കുമെങ്കിലും നമ്മുടെ ലക്ഷ്യം അത് സാർത്ഥകമാവും, അത് അനുഗ്രഹമാവും. അതിൻ്റെ വലിയൊരു സങ്കല്പം നാമൊക്കെ ഈ വേദിയിൽ നിൽക്കുകയാണ്. നാമല്ല, നമ്മോട് കൂടി എല്ലാവരും ഒരേ സങ്കല്പത്തിൽ ലക്ഷ്യമായി ഈ സ്വാഗത സംഘത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത് തന്നെ വലിയൊരു സന്തോഷവും ആനന്ദവുമായിട്ട് കരുതുന്നു. എന്തായാലും ആ ദിവസങ്ങളിലൊക്കെ നാം മുഴുവൻ സമയം പരമാവധി എല്ലാ ദിവസങ്ങളും ഇവിടെ ഉണ്ടാവാൻ ആഗ്രഹിക്കേണ്ട ഒരു സത്രത്തിന്റെ ഭാഗമാവച്ചാൽ ജന്മാന്തര സുഹൃതാണ്. എത്രയോ സാധുക്കളെ കാണാൻ സാധിക്കുക. ത്രികരണാചാര്യൻ പറഞ്ഞതുപോലെ തീർത്ഥം എന്ന വാക്കിനർത്ഥം തന്നെ മഹാത്മാക്കളുടെ സംഗമഭൂമിയാണ്.
പറയാറുണ്ട്, 1000 ക്ഷേത്രങ്ങളിൽ ചെന്ന് ദർശിക്കുന്നതിൻ്റെ മഹാത്മ്യമാണ് ഒരു മഹാത്മാവിനെ സാധൂനാം ദർശനം പുണ്യം. ഒരു സാധു ദർശനം കൊണ്ട് ഉണ്ടാവണത് അത്ര. അനവധി സാധുക്കൾ വന്ന് അവരുടെ ആധ്യാത്മിക സാധനയുടെ വലിയൊരു ചൈതന്യത്തെ ഇവിടെ പ്രകാശിപ്പിക്കുമ്പോൾ ഈ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കും. സാധുക്കളുടെ പാദസ്പർശം കൊണ്ട് തന്നെ ഒരു ഭൂമിയുടെ മഹിമ മാറിമറിയും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് അനവധി സാധുക്കൾ ഇവിടെ എത്തിച്ചേരും, മഹാത്മാക്കൾ എത്തിച്ചേരും, സന്യാസി ശ്രേഷ്ഠന്മാർ എത്തിച്ചേരും. ഭാഗവത് പറ്റുമെങ്കിൽ നമുക്ക് നടുവിൽ മഠം സ്വാമിയാരെയോ പുഷ്പാഞ്ജലി സ്വാമിയാരെയോ അല്ലെങ്കിൽ ആനന്ദപരം ഭാരതി സ്വാമിയാരെയോ ഒക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഈ ക്ഷേത്രഭൂമി തന്നെ വീണ്ടും വീണ്ടും ചൈതന്യത്തിലേക്ക് ഉയരും എന്നുള്ളതിൽ സംശയമില്ല. ഈ സത്രം നിരവധിയായ ഭഗവന്മാർക്ക് ഒരു വലിയ അനുഗ്രഹമാവട്ടെ. ഈ നാടിൻ്റെ ഖ്യാതി, ഈ ക്ഷേത്രത്തിൻ്റെ ഖ്യാതി, നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ ഖ്യാതി ഇതിലൂടെ ഉയരട്ടെ. അതിനുവേണ്ടിയല്ല, അടിസ്ഥാന ലക്ഷ്യം ഭാഗവത പഠനമാണ്. അനവധി പേർക്ക്, തീർച്ചയായും യുവാക്കളെ, അദ്ദേഹം പറഞ്ഞതുപോലെ അനവധി ആചാര്യന്മാർ, എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷം മുമ്പ് നോക്കിയാൽ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആചാര്യന്മാരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നാറുണ്ട്. ഇന്ന് സ്ഥിതി മാറി. ഞാനൊക്കെ വളരെ തുടക്കക്കാരനാണ്, ഒരു പഠിതാവ് മാത്രമാണ്. എങ്കിലും നമുക്ക് നോക്കാം, ഒരു 40 വയസ്സിന് താഴെയുള്ള എത്ര ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു മാറ്റല്ലേ? തീർച്ചയായും ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നണില്ലേ? തീർച്ചയായും ഇനിയും വളരും. ഈ വേര് ഇനിയും എത്രയോ പേരുടെ ഉള്ളിൽ ഇങ്ങനെ പ്രകാശമായിട്ട് കിടപ്പുണ്ട്. അതിനെല്ലാം സംശീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം തന്നെ കണ്ടു അല്ലേ, 18 വയസ്സുള്ള ഒരു കർണാട്ടിക് പണ്ഡിറ്റ് അല്ലേ, അദ്ദേഹം ചതുർവേദങ്ങൾ കാണാതെ ചൊല്ലുന്ന ഒരു വീഡിയോ എല്ലാം തന്നെ നിങ്ങളുടെ യൂട്യൂബിലൂടെ പ്രചരിച്ചത് നിങ്ങൾ കണ്ടു അല്ലേ. 18 വയസ്സിലോ 18-19 ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല, ആ പ്രായത്തിൽ വേദം മുഴുവനായി അഭ്യസിച്ച ലോകത്തെ ഒരാൾ അദ്ദേഹം മാത്രമാണ്. സാധാരണ ഈ ഒരു ഡിഗ്രി, ഈ ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുന്നത് 40-50 വയസ്സ് കഴിഞ്ഞിട്ടാണ്. ഈ വേദങ്ങളെ ഈ ബാല്യത്തിൽ ഉപാസിച്ച് ഹൃദിസ്ഥമാക്കിയ ഒരു യുവാവ് പുതിയ തലമുറയ്ക്ക് വലിയൊരു അത്ഭുതമാണ് അല്ലേ. പുതിയ തലമുറ മോശമാണെന്ന് നമുക്ക് ധരിക്കരുത്. തീർച്ചയായും അവരിലും ഈ ആധ്യാത്മിക സംസ്കാരത്തിന്റെ വലിയൊരു വേരുണ്ട്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ, ചിന്മയാനന്ദ സ്വാമി പറഞ്ഞ പോലെ, they are not at all useless, they are used less. അവർ യൂസ്ലെസ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതല്ല, they are used less അല്ലേ. ശരിയായി ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള സത്സംഗങ്ങളിലൊക്കെ സത്രങ്ങളുടെയൊക്കെ നേതൃത്വം അവർക്കും കൊടുക്കുക. ഈ ദേശത്തെ യുവാക്കൾക്ക് ധാരാളം പേർക്ക്, അമ്മമാർക്ക് ധാരാളം കൊടുക്കുക. നല്ല മാതൃസമിതികൾ ഉണ്ടാവട്ടെ. നിങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. സത്രം വെച്ചാൽ അനവധി വിഷയങ്ങളുണ്ട്. അവിടെ ഒരു ഭാഗത്ത് അഗ്രശാലയിൽ വരുന്ന ആചാര്യന്മാരെ ക്ഷണിക്കേണ്ട ആളുകൾ, യജ്ഞശാലയുടെ കാര്യങ്ങൾ, പൂജയ്ക്ക് അനുബന്ധമായ സഹായങ്ങൾ, അതിനുശേഷമുള്ള കാര്യങ്ങൾ, നാരായണീയ സമിതിയുടെ കാര്യങ്ങൾ, സമയം ഗുരുവായൂരിലെ പൂജ പോലെയാണ്, സമയബന്ധിതമാണ് സത്രത്തിന്റെ ഓരോ പരിപാടിയും. അനവധി കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് അനവധി പേരുടെ ഒരു മനുഷ്യ പ്രയത്നം തന്നെ, ഒരു ശ്രമഫലം തന്നെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നാളെ ഇവിടുത്തെ അതിഥേയന്മാരാണ്. ആരെയും ക്ഷണിക്കാനില്ല അല്ലേ. എനിക്ക് അയ്യാസ്വാമിയും ജയപാൽജിയൊക്കെ ഒരു മെസ്സേജ് ഇട്ടതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും, എന്നെ ക്ഷണിക്കേണ്ട, എനിക്കൊരു ഇൻഫർമേഷൻ തന്നാൽ മതി. നമ്മൾ ഇവിടെ ഉണ്ട് മുഴുവൻ സമയം. കാരണം അനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇവിടെ. അപ്പൊ നമ്മളൊക്കെ വന്ന് അത് ചെയ്തു കൊടുക്കുക. നമുക്ക് വേണ്ട മാതിരിയൊക്കെ ഈ സത്രത്തെ വലിയൊരു വിജയമാക്കാം. തീർച്ചയായും അതിന് വലിയൊരു മനുഷ്യ യജ്ഞം തന്നെ. സമ്പത്തും സൗകര്യങ്ങളും മാത്രം പോരാ, കുറേ മനസ്സുകളുടെ ഒരു പ്രാർത്ഥനയും കൂടെ ഇതിന് ആവശ്യമാണ്. അപ്പോഴേ ഇതൊക്കെ വലിയൊരു വിജയമാവുള്ളൂ. ഇതൊരു മഹായജ്ഞമാവട്ടെ. ഇതിൻ്റെ പ്രകാശം നമ്മുടെ പാലക്കാട് ജില്ലയിൽ, കേരളക്കര ഒട്ടാകെ, ഭാരതഭൂമി ഒട്ടാകെ വ്യാപിക്കട്ടെ, പ്രകാശിക്കട്ടെ. അതിനുള്ള എല്ലാ ശക്തിയും ഈ സ്വാഗത സംഘത്തിന് തന്നെ ഇത്രയും വലിയൊരു ഊർജ്ജം ഞാൻ പ്രതീക്ഷിച്ചില്ല. തീർച്ചയായും ആ വലിയൊരു ഊർജ്ജസ്വലതയിലാണ് ഇത് ആരംഭിച്ചത്. തീർച്ചയായും ഇത് 10 മടങ്ങ് ഊർജ്ജത്തിൽ ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിജയമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഏവം ദുർലഭ്യ വസ്തും നബി സുലഭതയാൽ ഹസ്തലഭ്യ. ആ ഗുരുവായൂരപ്പൻ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ, ആ ഭഗവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ പരിലസിക്കുന്നുണ്ടെങ്കിൽ, ആ ഭഗവത് നാമങ്ങളെ ഇങ്ങനെ ജപിച്ചുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏർപ്പെടുന്ന ഈ കാര്യം അനുഗ്രഹമാകും, ഐശ്വര്യമാകും. അതിനുള്ള എല്ലാവിധമായ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും തീർച്ചയായും ഭഗവാൻ നൽകട്ടെ. നാമല്ല, അതെല്ലാം നൽകേണ്ടത് ഭഗവാനാണ്. ഒരു പരമ്പരകളുടെ ആചാര്യശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹവും നിർദ്ദേശപ്രകാരം നമുക്ക് മുമ്പിലേക്ക് പോയി ഈ മഹനീയമായ യജ്ഞത്തിന് പരിപൂർണമായൊരു പിന്തുണ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ മേടത്തൂർ ഭാഗവത കുടുംബാംഗങ്ങളെല്ലാം പൂർണ്ണമായും ഇതിൽ സഹകരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു താമസ സൗകര്യവും മറ്റുമെല്ലാം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. അനവധി പേർ ഇവിടെ വന്ന് ഭഗവാനെ സേവിച്ച് പോകട്ടെ, ഈ സത്രത്തിന്റെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്രത്തിന് എല്ലാവിധമായ ആശംസയും അനുഗ്രഹവും അതിഥിയായല്ല ആതിഥേയ
നിശ്ചയനായി മുഴുവൻ സമയം ഇവിടെ കൂടെ ഉണ്ടാകും എന്ന വാക്കും കൂടെ നൽകിക്കൊണ്ട് ഇതിന്റെ ഭാഗമായതിലേറെ സന്തോഷവും ആനന്ദവും പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം സദ്ഗുരുഭ്യോ നമഃ.